മധുപൂജ ഗാർഡനിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് അറക്കപ്പൊടിയിൽ ചിപ്പിക്കൂൺ കൃഷി ജൈവ രീതിയിൽ എങ്ങനെ ചെയ്യുന്നു എന്ന് നോക്കാം. മില്ലിൽ നിന്ന് കൊണ്ടുവന്ന റബ്ബർ മരത്തിന്റെ അറക്കപ്പൊടി തന്നെ നമുക്ക് ബെഡ് ചെയ്യാം. അത് പറ്റില്ല എങ്കിൽ അറക്കപ്പൊടി നമുക്ക് ഉണക്കി സൂക്ഷിക്കാം. അറക്കപ്പൊടി ഉപയോഗിക്കുമ്പോൾ അധികം പഴക്കമില്ലാത്തതും പൂപ്പൽ ബാധ ഏൽക്കാത്തതുമായ അറക്കപ്പൊടിയാവണം ഉപയോഗിക്കേണ്ടത്. ഇനി നമുക്ക് എങ്ങനെയാണ് അറക്കപ്പൊടി നനയ്ക്കേണ്ടതെന്ന് നോക്കാം. അറക്കപ്പൊടിയിൽ തടിയുടെ ചെറു കഷ്ണങ്ങളോ കല്ലുകളോ ഒക്കെ ഉണ്ടെങ്കിൽ അവയൊക്കെ എടുത്തു മാറ്റണം. കുറേശ്ശെ വെള്ളം ഒഴിച്ച് പുട്ടിന് മാവ് നനയ്ക്കുന്നത് പോലെ നനച്ചെടുക്കാം. കുറേശ്ശെ വെള്ളം കുടഞ്ഞു വേണം ഒഴിച്ചു കൊടുക്കേണ്ടത്. കൃത്യമായ അളവിൽ വെള്ളം കിട്ടിയോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ ഇതുപോലെ അറക്കപ്പൊടി ഒന്ന് ചെറുതായിട്ട് നുരട്ടി വിരലിൽ നിന്ന് തൊട്ടാൽ ഉടഞ്ഞു പോകുന്ന പരുവമായിരിക്കണം. ഇങ്ങനെ തയ്യാറാക്കിയ അറക്കപ്പൊടി 3 മണിക്കൂർ ആവിയിൽ അണുനശീകരണം നടത്തിയെടുക്കണം. നടത്തിയ അറക്കപ്പൊടി ആണ് നമ്മൾ പിന്നെ ബെഡ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. 3 മണിക്കൂർ ആവി കയറ്റി എടുത്ത അറക്കപ്പൊടി തണുക്കുമ്പോൾ നമുക്ക് ബെഡ് കെട്ടാനായി ഉപയോഗിക്കും. ഇതിനായി നമുക്ക് കൂൺ വിത്ത് വേണം, കവർ വേണം, വിത്ത് ഇടാൻ ഒരു പാത്രം വേണം, ഒരു ചാക്ക് സൂചി വേണം, ഡെറ്റോൾ വേണം, കുറച്ച് റബ്ബർ ബാൻഡും വേണം. ഇനി നമുക്ക് ബെഡ് എങ്ങനെ കെട്ടാമെന്ന് നോക്കാം. നമ്മുടെ കൈകൾ ഡെറ്റോൾ വെള്ളത്തിൽ നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വേണം ബെഡ് നിർമ്മിക്കാൻ. അതിനുവേണ്ടി നമ്മൾ ഡെറ്റോൾ വെള്ളം എടുത്തു വച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ ചാക്കുസൂചി കഴുകി വൃത്തിയാക്കിയെടുത്തു. ഇനി നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഈ കവറിൽ ദ്വാരങ്ങൾ ഇടേണ്ടതുണ്ട്. അത് 60 ദ്വാരമെങ്കിലും ഇടാം. ഇങ്ങനെ ദ്വാരമുള്ള കവറാണ് ഇത്. ഇതിലേക്കാണ് ഞാൻ അറക്കപ്പൊടി നിറയ്ക്കുന്നത്. ഇനി നമുക്ക് ബെഡ് കെട്ടാനുള്ള കൂൺ വിത്ത് എടുക്കാം. കൂൺ വിത്ത് നമുക്ക് ഡെറ്റോൾ വെള്ളത്തിൽ ഒന്ന് കവറിന് പുറം തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം ഡെറ്റോൾ വെള്ളത്തിൽ കഴുകിയെടുത്ത് വെച്ചിരിക്കുന്ന പാത്രമാണിത്. അതിലേക്ക് തട്ടിയിടാം. ഒരു കവർ വിത്ത് 300 ഗ്രാം ആണ്. അത് നമുക്ക് 2 ബെഡിന് ഉപയോഗിക്കാം. ഈ വിത്ത് നമുക്കധികം ബലം പ്രയോഗിക്കാതെ ഉടച്ചെടുക്കാം. ഈ കൂൺവിത്തിനെ നമ്മൾ സ്പോൺ എന്ന് പറയും. ഈ കൂൺവിത്തിൻ്റെ തന്തുക്കളെ നമ്മൾ മൈസീലിയം എന്ന് പറയും. ഈ മൈസീലിയം നശിച്ചു പോകാതിരിക്കാൻ വേണ്ടിയാണ് അധികം ബലം പ്രയോഗിക്കാതിരിക്കാൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് കൂൺ ബെഡ് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ആദ്യം കവറെടുത്ത് അതിനെ സീൽ ചെയ്തിരിക്കുന്ന ഭാഗം നമുക്ക് ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കെട്ടാം.
കവർ ഇതുപോലെ തിരിച്ചിടാം. ഇതിലേക്ക് കുറച്ച് വിത്ത് നമുക്ക് വിതറാം, അടിഭാഗത്തേക്ക് വിതറാം. ഇനി ആവി കയറ്റി തണുത്ത അറക്കപ്പൊടി ഇതിലേക്ക് നിറയ്ക്കാം. ഇനി നമുക്ക് കുറച്ച് വിത്ത് സൈഡിലേക്ക് ഇട്ട് കൊടുക്കാം, കവറിൻ്റെ സൈഡിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ ചുറ്റിലും ഇട്ട് കൊടുക്കണം. വീണ്ടും അറക്കപ്പൊടി ഇട്ട് കൊടുക്കാം. വീണ്ടും കൂൺ വിത്ത് കവറിൻ്റെ സൈഡുകളിലേക്ക് ഇട്ട് കൊടുക്കാം. അറക്കപ്പൊടി അധികം ബലം പ്രയോഗിച്ച് അമർത്തി വെക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോഴാണ് സ്പോൺ റണ്ണിങ് നന്നായി നടക്കുന്നത്. ഇതുപോലെ തട്ടുകളായി അറക്കപ്പൊടിയും വിത്തും നിറയ്ക്കാം. അവസാനം അറക്കപ്പൊടിയുടെ മുകൾ ഭാഗത്തും വിത്ത് വിതറാം. ഇനി നമുക്ക് റബ്ബർ ബാൻഡ് ഉപയോഗിച്ച് നല്ല ടൈറ്റായിട്ട് ഈ ബെഡ് ഇപ്പോൾ നമ്മൾ കൂൺ ബെഡ് തയ്യാറാക്കി. ഈ ബെഡിന് 18 ദിവസം ഇരുട്ടുമുറിയിൽ വയ്ക്കുന്നു. ഇരുട്ടുമുറിയിൽ വയ്ക്കുമ്പോൾ വെള്ളമൊന്നും കൊടുക്കണ്ട. 18 ദിവസം വരെ നമുക്ക് ഒന്നും തന്നെ ചെയ്യേണ്ടതേ ഇല്ല. 18 ദിവസം കഴിയുമ്പോൾ നമ്മുടെ ബെഡ് ഒരാഴ്ച കഴിഞ്ഞ് ഒരു ബെഡാണ് ഇത്. മൈസീലിയം ഓടി തുടങ്ങി. ഇത് 18 ദിവസം പൂർത്തിയായ ഒരു ബെഡാണ്. ഈ ബെഡ് നമ്മൾ വിളവെടുപ്പ് റൂമിലേക്ക് മാറ്റാം. അതായത് ഇരുട്ട് റൂമിൽ നിന്നും നമുക്ക് മാറ്റി മറ്റെവിടെയെങ്കിലും വയ്ക്കാം. അന്ന് മുതൽ വെള്ളം ഒഴിച്ചു തുടങ്ങാം. അടുത്ത 1-2 ദിവസം കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ ചെറിയ മുകുളങ്ങൾ കാണാം. കൂൺ വിത്ത് ഒട്ടുകളിങ്ങനെ വരുന്നത് കാണാം. 3-ാം ദിവസം നമുക്ക് കൂൺ വിളവെടുക്കാൻ ഇതേ രൂപത്തിൽ കിട്ടുന്നതാണ്. ഒരു ദിവസം രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും നമുക്ക് വെള്ളം കൊടുക്കാം. വെള്ളം സ്പ്രേ ചെയ്താണ് കൊടുക്കേണ്ടത്. വെള്ളം നേരിട്ട് ബെഡിൽ കൊണ്ടൊഴിക്കരുത്. വെള്ളം സ്പ്രേ ചെയ്ത് തന്നെ ഒഴിക്കണം. 3 ദിവസം കഴിഞ്ഞ്
വിളവെടുക്കാൻ സമയമാകുമ്പോൾ നമുക്ക് ഈ കൂണുകൾ ഇങ്ങനെ തിരിക്കുകയേ വേണ്ടൂ. അപ്പോൾ അറക്കപ്പൊടിയിൽ എങ്ങനെയാണ് ബെഡ് തയ്യാറാക്കുന്നതെന്ന് നിങ്ങൾ കണ്ടുവല്ലോ. ഇതുപോലെ ഏവർക്കും നമ്മുടെ വീട്ടിൽ തന്നെ വീട്ടാവശ്യത്തിന് വേണ്ടിയുള്ള കൂൺ കൃഷി ചെയ്തെടുക്കാവുന്നതാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടുവെന്ന് മനസ്സിലാക്കുന്നു. നന്ദി.